ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നെടുമങ്ങാടിനടുത്ത് അരുവിക്കരയ്ക്കടുത്ത് ബനിയൻ ട്രീ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സ്കൂളിലാണ് നിൽക്കുന്നത്. എവിടെ? എവിടെ? ഓക്കെ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അരുവിക്കരയ്ക്ക് അടുത്തുള്ള ബനിയൻ ട്രീ എന്ന് പറഞ്ഞ ഒരു സ്കൂളിലാണ് ഇന്ന് നമ്മളിവിടെ ഒരു ഓണാഘോഷ പരിപാടി, നമ്മൾ പ്രാവശ്യത്തെ ഓണാഘോഷ പരിപാടികളൊക്കെ ചെറുതായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇവിടുത്തെ ഒരു ചെറിയൊരു സ്റ്റാഫാണ്. നമ്മളിവിടുത്തെ മ്യൂസിക്കിൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റിൽ ഇവർക്ക് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നാസിക്കിൻ്റെ കുറച്ച് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ വന്നിട്ടില്ല. കാരണം ഇതൊരു ചാരിറ്റിയുടെ പേരിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്പെഷ്യൽ സ്കൂളിൻ്റെ ഇതായതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഇവർക്ക് നിങ്ങളോട് പറയാനുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പിന്നെ ഇവിടുത്തെ നമ്മൾ സാധാരണ സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലൊക്കെ ഓണപരിപാടികൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സ്പെഷ്യൽ സ്കൂളിലെ ഒരു അടിപൊളി ഓണാഘോഷ പരിപാടിയാണ്. അത് നിങ്ങളിലേക്ക് എത്തിക്കുക. പിന്നെ കുറച്ച് കാര്യങ്ങളും നിങ്ങളോടൊന്ന് പറയാനുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ഇവിടുത്തെ ബനിയൻ ട്രീയിലെ ഇപ്രാവശ്യത്തെ 2024 ഓണാഘോഷ പരിപാടികളിലേക്ക് പോകാട്ടോ. എൻ്റെ സ്റ്റുഡൻസാണ് ഇവരൊക്കെ നന്നായിട്ട് നല്ല കഴിവുള്ള ആൾക്കാരാണ്. ഇതിൽ ഒരുവിധം നല്ല താളബോധം. പേര് പറ, പേര് പറ. ശ്രീകാന്ത്. പറ പേര് പറ. ശിവ. രതീഷ് അല്ലേ? പറ രതീഷ് എന്ന്. പറയടാ, പേര് പറ. ഹലോ എന്നല്ല, പേര് പറ. പേര് പറയടാ, പേര് പറ. അജിൻ. അഭിജിത്ത്. രണ്ട് അഭിജിത്താ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇവര് നമുക്ക് വേണ്ടി ജസ്റ്റ് നാസിക് ഡോൾ പ്ലേ ചെയ്ത് കാണിക്കും. പിന്നീട് നമുക്ക് ഓണപരിപാടിയിലേക്ക് പോടാ. പ്രസ്ഥാനമായിട്ടാണ് ഇത് തുടങ്ങിയത്. ഒരു ഫിസിയോതെറാപ്പി സെന്റർ ആയിട്ടാണ് തുടങ്ങിയത്. പിന്നെ ഇന്നിപ്പം നമ്മുടെ ഇത് സ്കൂൾ എന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, ബിഹേവിയർ തെറാപ്പി, അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന്റെ ക്ലാസ് എന്നിവ ഇവിടെ നടന്നു വരുന്നു. എല്ലാത്തിലും ഉപരിയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ രൂപീകരണത്തിന് ഇവരെ സമൂഹത്തില് ഉന്നത പദവിയിലേക്ക് എത്തിക്കുക. ഇവരെ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടേണ്ട വ്യക്തികളല്ല. ഇവരെ സമൂഹത്തിലെ സമദൃഷ്ടിയോടെ ഇവരെ കാണുക, ഇവരെ കൈപിടിച്ചുയർത്തുക. അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. സമൃദ്ധിയുള്ളതിന് ഓണം എന്നാണ് പണ്ട് മുതലേ ഒരു ജയമുണ്ടായിരുന്നത്. അങ്ങനെയാണ് പറഞ്ഞു വന്നിരുന്നത്. അതുകൊണ്ട് ഓണത്തിൻ്റെ ഒറ്റ അർത്ഥമേ ഉള്ളൂ, അത് സമൃദ്ധിയുടെ അനുഭവമാണ്, സന്തോഷത്തിൻ്റെ അനുഭവമാണ്. ആ സന്തോഷം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം വരും. നമുക്കിഷ്ടമുള്ളവരോട് ഒപ്പമായിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം വരും. എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചും ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിക്കുന്നതിൽ അത്യധികമായ സന്തോഷമുണ്ട്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് നല്ല സാധാരണ കുട്ടികൾ ചെല്ലുന്നത് പോലുള്ള പ്രാർത്ഥന തന്നെയാണ് ഇവിടെ നിർവഹിച്ചത്. അതായത് നല്ല ട്രെയിനിങ്ങും സ്നേഹവും നൽകിയ അവരെ നമുക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നത്തെ ഈശ്വര പ്രാർത്ഥനയിൽ ഞാൻ 8 വർഷം മുമ്പ് കേട്ട ഈശ്വര പ്രാർത്ഥന. അപ്പോൾ ഇവർക്ക് വേണ്ടത് സ്നേഹം, പെരുന്നാളും, പിന്നെ അവരുടെ രീതിയിൽ അവരെ പഠിപ്പിക്കുക, അവർക്ക് വേണ്ട രീതിയിലുള്ള ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നൽകുക, ബുദ്ധി വികസിപ്പിക്കാനുള്ള കോച്ചിങ് കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ തീർച്ചയായിട്ടും ഇവരും ഈ സമൂഹത്തിൻ്റെ ഭാഗമായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയം.
ഞാൻ ഈ പല ചടങ്ങുകളിലും ഇതുപോലത്തെ വിദ്യാലയങ്ങളിലും ഒക്കെ പങ്കെടുക്കുമ്പോൾ പലപ്പോഴും ഞാൻ രക്ഷിതാക്കളുടെ, പ്രത്യേകിച്ച് അമ്മമാരുടെ മുഖങ്ങൾ ഞാൻ കാണാം. അവർക്കൊക്കെ പലപ്പോഴും പല പ്രയാസങ്ങൾ ഞാൻ അവരുടെ മുഖത്ത് വായിച്ചെടുക്കാം. ഒരു പക്ഷേ മറ്റുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുമ്പോൾ ഞങ്ങളുടെ കുട്ടികൾ ഇങ്ങനെയാണല്ലോ എന്നുള്ള ചിന്തയായിരിക്കാം ഒരു പക്ഷേ നിങ്ങളിൽ പ്രയാസമുണ്ടാകും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കുഞ്ഞുങ്ങൾ അനുസരണശീലമുള്ളവർ. നിങ്ങൾ പറഞ്ഞാൽ 100% അനുസരിക്കുന്ന കുട്ടികളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെന്ന്. സ്ഥലപരിമിതിക്കുള്ളിൽ നമുക്ക് ഇങ്ങനെ കൂടുവാൻ സാധിച്ചെങ്കിൽ ദൈവം അനുവദിച്ചാൽ അടുത്ത വർഷം, കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം ഈ വർഷം കൂടെ ഉള്ളൂ ഈ കെട്ടിടം നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്. അടുത്ത വർഷം നമുക്ക് സമൃദ്ധിയായിട്ട് ഒരു ഹാളിൽ ഇരുന്ന് ഈ വെയിലിൻ്റെ ചൂടൊന്നും അടിക്കാതെ ആഘോഷിക്കുവാൻ നമുക്ക് ദൈവം നന്മ തരും. ഓണം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ പ്രതീകമാണ്. കളവില്ലാത്ത, കള്ളം പറയാനോ കളവ് ചെയ്യാനോ ഒന്നും പാടില്ലാത്ത ഒരു കാലഘട്ടം അന്നുണ്ടായിരുന്നു. ഓണം എന്നത് വളരെ സന്തോഷമായി പുത്തനുടുപ്പിട്ട് പോയിട്ട് ഓണക്കളികളൊക്കെ ചെയ്ത് സന്തോഷിക്കണം, സകുടുംബം സന്തോഷിക്കേണ്ട ഒരു സുദിനമാണ് ഇന്ന്. കാരണം അവർക്ക് ഒരു ഓണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികൾ ഒത്തൊരുമിച്ച് കൂടുമ്പോൾ അവരിലുണ്ടാവുന്ന മനസ്സിന്റെ ഒരു സന്തോഷം, അത് നമുക്കും ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്. നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞവരല്ല, ആരും എല്ലാം തികഞ്ഞവരല്ല. ഒരിക്കലും നമുക്ക് 2 കൈകളുണ്ട്, 2 കാലുകളുണ്ട്, നമ്മൾ നടക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, ഓടുന്നുണ്ട്. പക്ഷെ എല്ലാവരും എല്ലാം തികഞ്ഞവരാണ്? ഒരിക്കലും അല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ എല്ലാം തികഞ്ഞവർ ഇവരാണ്. കാരണം അവരുടെ മാതാപിതാക്കൾ തന്നെയാണ്, അല്ലേ? എത്രയോ 2 കൈകളും കാലുകളും ഉള്ള കുട്ടികൾ അച്ഛനും അമ്മമാരെ കൊണ്ടുവന്ന് അനാഥാലയത്തിൽ ഇടുന്നു. ഞാൻ പോയ ബദേൽ ഹോം എന്ന് പറയുന്ന ഒരു അനാഥാലയം, അവിടുത്തെ അമ്മമാർ, അവിടുത്തെ അച്ഛന്മാർ കാണുമ്പോൾ ശരിക്കും സങ്കടം തോന്നും. കാരണം ഈ മക്കൾ ഭാഗ്യവാന്മാരാണ്. പക്ഷെ ആ അച്ഛനമ്മമാരുടെ ആ ഉള്ളിലുള്ള വേദന എന്നെ അമ്മ ഉപേക്ഷിച്ചു. കാരണം അവിടെ പോയിട്ട് എനിക്ക് കണ്ണു നനയാതെ ഇറങ്ങി വരാൻ പറ്റിയിട്ടുണ്ടായില്ല. കാരണം അത്രയും സങ്കടമാണ് ഉണ്ടായിട്ടുള്ളത്. പെനിൻട്രി ഹാപ്പി വാലി സ്പെഷ്യൽ സ്കൂൾ അത് തുടങ്ങിയിട്ട് ഇപ്പോൾ 8 വർഷമായി. ഞങ്ങൾ സ്കൂളായിട്ട് തുടങ്ങാൻ ഉദ്ദേശിച്ചല്ല ഇത് തുടങ്ങിയത്. നെടുമങ്ങാട് മേഖലയിലെ ഭിന്നശേഷി കുഞ്ഞുങ്ങൾ ഫിസിയോതെറാപ്പിക്ക് PMRൽ കൊണ്ടുപോകുന്നത് കണ്ടു 2013. അന്ന് വളരെ കഷ്ടപ്പെട്ട് അവർ കൊണ്ടുപോകുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ഫിസിയോതെറാപ്പി സെൻ്റർ തുടങ്ങിയത്. കുട്ടികളുടെ എണ്ണം കൂടി വന്നു. പേരൻസ് പറഞ്ഞനുസരിച്ച് സ്പീച്ച് തെറാപ്പി തുടങ്ങി. അതിനുശേഷമാണ് നമ്മൾ പേരൻസിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ സ്കൂള് തുടങ്ങിയത്. അവർ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സ്കൂൾ തുടങ്ങാൻ പറ്റില്ല. എങ്കിലും ഒത്തിരി പരിമിതികളുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് എല്ലാം കണ്ടുപിടിക്കണമായിരുന്നു.
ബനിയൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലാണെങ്കിലും സൊസൈറ്റിക്ക് ഒരു പരിധിവരെ എല്ലാവരെയും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഫിസിയോതെറാപ്പി തുടങ്ങി. പിന്നീട് അത് സ്കൂളായിട്ട് പേരൻസ് പറഞ്ഞനുസരിച്ച് സ്കൂളായിട്ട് നമ്മൾ ആരംഭിച്ചു. നമ്മൾ അന്ന് ആ വർഷം 2016 ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെയും വീടുകളിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്തപ്പോൾ പല കുട്ടികൾക്കും പല അമ്മമാർക്കും തൊഴിലുറപ്പിനോ മറ്റു ജോലിക്കോ പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഈ അവസ്ഥയ്ക്കൊരു പരിഹാരം കാണുക എന്നുള്ള രീതിയിലാണ് നമ്മൾ തുടങ്ങിയത്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു കുട്ടിയെ മുറിക്കകത്തുണ്ട്, പട്ടിയെ പുറത്ത് കെട്ടിയിട്ടിരിക്കുക, വീട്ടിൽ ആരുമില്ല. അമ്മ തൊഴിലുറപ്പിന് പോയി, അമ്മൂമ്മ താഴത്തെ വീട്ടിലുണ്ട്. പട്ടി കുഴച്ചപ്പോൾ അമ്മൂമ്മ കയറി വന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങളിങ്ങനെ സ്കൂൾ തുടങ്ങുവാണെങ്കിൽ വിടാമോ എന്ന് ചോദിച്ചു. അവർ വിടാമെന്ന് പറഞ്ഞു. ആദ്യത്തെ സ്കൂൾ തുടങ്ങി. ആദ്യം നമ്മുടെ സ്കൂൾ തുടങ്ങിയപ്പോൾ ലീലാമ്മ ആൻറ്റിയാണ് വണ്ടി വാങ്ങിക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് പൈസ ഫണ്ട് തന്നത്. പിന്നെ എൻ്റെ ബന്ധുക്കൾ സഹായിച്ചു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഒരു വണ്ടി വാങ്ങിക്കാൻ പറ്റി. അതിനുശേഷം 2016 മുതൽ നമ്മൾ പ്രവർത്തനം തുടങ്ങി. 2020 നമ്മൾ സ്കൂൾ ബസ് വാങ്ങിച്ചത്. സ്കൂൾ ബസ് വാങ്ങിച്ചപ്പോഴത്തേനും നമ്മുടെ സ്കൂളിന് അംഗീകാരം കിട്ടി. നമ്മുടെ സ്കൂളിന് രജിസ്ട്രേഷൻ കിട്ടി. RPI രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ട്, PWD രജിസ്ട്രേഷൻ. അത് വെച്ചാണ് ഇപ്പം പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്ക് സ്വന്തമായ കെട്ടിടമില്ല, വാടക കെട്ടിടത്തിലായിരുന്നു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ടോം ബ്രദറിനെ അറിയാമല്ലോ. ടോം ബ്രദറിൻ്റെ നിർദ്ദേശപ്രകാരം ആണ് നമ്മൾ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ ആരംഭിച്ച. ടോം ബ്രദറാണ് ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഫൗണ്ടർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹം 2019 ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് പോയി. അദ്ദേഹം പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നിലനിൽക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ സ്കൂൾ നമ്മളെ രജിസ്റ്റർ ചെയ്തതും ഈ പ്രവർത്തനം ആയതും. ഇന്നിപ്പം നമുക്ക് സ്കൂളിന് സ്വന്തമായ കെട്ടിടമില്ല. ഇപ്പോഴും ഒറ്റയ്ക്ക് എടുത്തൊരു കെട്ടിടമാണ് ഉള്ളത്. ആ കെട്ടിടത്തിൻ്റെ കാലാവധി തീർന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ എണ്ണം ഇപ്പോൾ 60 കുട്ടികൾ ഡെയിലി വന്നു പോകുന്നു. പിന്നെ ഒരു 20 കുട്ടികൾ 80 കുട്ടികൾ നമുക്ക് രജിസ്ട്രേഷനുണ്ട്. പല കുട്ടികളും താമസത്തിന് വേണ്ടി നമ്മുടെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് താമസ സൗകര്യമില്ല. നമുക്കിവിടെ അടുത്തൊരു കെട്ടിടമുണ്ടായിരുന്നു. ആ കെട്ടിടം വിലയ്ക്കാണെങ്കിൽ കിട്ടും, വലിയ കെട്ടിടമായിരുന്നു. ആ കെട്ടിടം വിലയ്ക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് 50 പിള്ളേരെ താമസിക്കാനുള്ള സൗകര്യവും നമ്മുടെ പ്രവർത്തനം എല്ലാം കുറച്ചും കൂടെ വിപുലീകരിക്കാൻ പറ്റുമായിരുന്നു. എല്ലാ തെറാപ്പിയും എല്ലാം നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. ഇത് തികച്ചും സൗജന്യമായിട്ട് പ്രവർത്തിക്കുന്ന സ്കൂളാണ്. കുട്ടികളുടെ കയ്യിൽ നിന്ന് നമ്മൾ ചെറിയ ഒരു വണ്ടിക്കൂലി, ഈ ഡീസലിനുള്ള പൈസ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. ബാക്കി മുഴുവനും നമ്മൾ സ്വന്തമായി കണ്ടുപിടിക്കുക. നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുന്നു, സോപ്പ് ഉണ്ടാക്കുന്നു, ചവിട്ടി അങ്ങനെയുള്ള സാധനങ്ങൾ വിറ്റ് വരുന്നു. പിന്നെ നമ്മുടെ ബനിയൻട്രിയുടെ തനതായ ഫണ്ടിൽ നിന്നുമാണ് നമുക്ക് ഇതിൻ്റെ ഫണ്ട് കിട്ടുന്നത്. ഗവൺമെൻറ്റിൻ്റെ രജിസ്ട്രേഷൻ വന്നപ്പോൾ നമ്മൾ ഡി ഗ്രേഡിലാണ്. നമുക്ക് 2 ടീച്ചറിനും ഒരാൾക്കുള്ള പൈസ കിട്ടിക്കൊണ്ടിരുന്നു. ഈ വർഷം ഞങ്ങൾക്ക് കിട്ടില്ല, ഞങ്ങളുടെ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടുന്ന് മാറാൻ ഉദ്ദേശിക്കുന്നത്. കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ കുറച്ച് ലീഗലായിട്ടുള്ള പ്രോബ്ലമുണ്ട്. അത് പരിഹരിക്കണമെങ്കിൽ ഏകദേശം 1 ലക്ഷം രൂപയോളം ചിലവുണ്ട്. അതിനാൽ നമുക്കത് പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ മാറുകയാണ് ഇവിടുന്ന്. ഈ ശബ്ദം, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ആൾക്കാർ, എന്നെ ശ്രവിക്കുന്ന ആൾക്കാർ, ആരെങ്കിലും സുമനസ്സുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇങ്ങനെ വലിയ കെട്ടിടം ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ പ്രവർത്തനത്തിന് വേണ്ടി തരാൻ സന്മനസ്സുള്ളവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളെ സ്വീകരിക്കുന്നതാണ്. ഇല്ലെങ്കിൽ ആരെങ്കിലും സ്ഥലം ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ ആയാലും ഞങ്ങൾ സന്തോഷമാണ്. ഒറ്റയ്ക്കായിട്ട് വലിയ ഒരു 3000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു കെട്ടിടം കിട്ടുവാണെങ്കിലും സന്തോഷമാണ്. ഒറ്റയ്ക്ക് ഞങ്ങൾ എടുക്കാം. ഇതിപ്പം ഒറ്റയായിട്ട് എടുത്താണ് ഇത് പ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ട് ഒറ്റയ്ക്കായാലും ഞങ്ങൾക്ക് സന്തോഷമാണ്. ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് സ്വന്തമായൊരു സ്ഥലവും കെട്ടിടവും, അവർക്ക് ഓടിക്കളിക്കാൻ, അവർക്ക് കിടന്ന് ഉറങ്ങുന്നതിന്, അവർക്ക് ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഈ ഓട്ടിസം റൂം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഓട്ടിസം പാർക്ക്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനെല്ലാം ആവശ്യമായ സ്ഥല സൗകര്യങ്ങൾ വേണം. കിട്ടിയ പൈസയും കൊണ്ടെല്ലാം നമുക്കിപ്പോൾ 2 സ്കൂൾ ബസ്സും ഒരു ഓമിനി വാനുമുണ്ട്. ഇവിടെ 14 സ്റ്റാഫുണ്ട്, ഡ്രൈവർമാരുൾപ്പെടെ. ഇനിയും സ്റ്റാഫിൻ്റെ ആവശ്യം കൂടി വരുന്നു. എല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്.
അതിനാൽ ഇവിടെ നല്ലവരായ നാട്ടുകാർ നമുക്ക് ആഹാരം നൽകുന്നു. കുട്ടികൾക്ക് ഉള്ള ആഹാരം ഇങ്ങനെ പലരും സ്പോൺസർ ചെയ്താണ് നടക്കുന്നത്. ചിക്കൻ ബിരിയാണിയും ഫ്രൈഡ് റൈസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. രാവിലെ നമുക്ക് 9:30 പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. 11:30 മുരളിയ കമ്പനിക്കാർ നമുക്ക് പാല് തരുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടി, അത് നൽകുന്നുണ്ട്. ഉച്ചയ്ക്ക് മീൻ നോൺ വെജിറ്റ് ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. വെള്ളിയാഴ്ച ദിവസം മാത്രമേ കഞ്ഞിയും പയറും ഉള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം നല്ല ആഹാരം നമുക്ക് കൊടുക്കുന്നു. കുട്ടികൾക്ക് കിട്ടുന്ന പൈസ, ആഹാരത്തിന് കിട്ടിയ പൈസ ആഹാരത്തിന് തന്നെയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. എല്ലാവർക്കും വന്ന് കാണാനുള്ള അവസരമുണ്ട്. വന്ന് കാണുക, കണ്ട് ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾക്ക് സഹായിക്കാൻ മനസ്സുള്ളവർ സഹായിക്കുക. താങ്ക് യു. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ വീഡിയോസ് വന്നിട്ടില്ല. നമ്മളെല്ലാ ഫെസ്റ്റിവലും അതുപോലെ ആഘോഷ പരിപാടികളൊക്കെയാണ് നമ്മൾ കൂടുതൽ ഇട്ടിട്ടുള്ളത്, മേളകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ കൂടെ ഉള്ള അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഒരു സഹോദര സ്ഥാപനം പോലുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ ഇത് വീഡിയോ ഇടുന്നത്. ഇവിടെ തന്നെ ഇവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവരെ കൊണ്ട് പറ്റുന്ന ഇവരുടെ കഴിവിനനുസരിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് കുട്ടികളുണ്ട്. ഇതാണ് അവരുടെ ഇപ്പോഴത്തെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അവിടെ സൗണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് മാറുന്നത്. ഒരുപാട് കുട്ടികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവരെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടീച്ചേഴ്സുണ്ട്, നേതൃത്വം നൽകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കുറേ ആവശ്യങ്ങൾ ഇവർക്ക് ഇപ്പോൾ ഉണ്ട്. എന്നാലും ഉള്ള പരിമിതികളിൽ നിന്ന് അവർ അവരുടെ കാര്യങ്ങളെല്ലാം മനോഹരമായിട്ട് ചെയ്യുകയാണ്. എന്തായാലും ഇതുപോലെ ചാരിറ്റി ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഹെൽപ്പ് നമ്മുടെ ഭാഗത്തുനിന്ന്, അതായത് ഗ്രേസ് മീഡിയയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ കഴിയുന്ന സഹായം നമ്മൾ ചെയ്യുന്നതാണ്. ഇത് ഈ സ്കൂളിലോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഈ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമയത്ത് ആഹാരമോ അല്ലെങ്കിൽ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാനോ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബനിയൻ ട്രീ, അതാണ് ബനിയൻ ട്രീ സ്പെഷ്യൽ സ്കൂളാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ എപ്പിസോഡ് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കഴിവ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ഒരാൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ സ്പെഷ്യൽ സ്കൂളിൽ വിടാനുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. എന്തായിരുന്നാലും അടുത്തൊരു വിശേഷമായിട്ട് കാണാം. ബൈ ബൈ പറടാ. ബൈ 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 പറ. ആസിഫെ പറ ബൈ. Bye. Happy